ഹായ് ഓൾ വെൽക്കം. എല്ലാവർക്കും സുഖല്ലേ? എന്തു പറയുന്നു എല്ലാവരും? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. ഞാൻ സ്ഥിരമായി ചെയ്യുന്ന വീഡിയോകളിൽ നിന്നും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് ഇന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. എൻ്റെ നോസ് പിൻ കളക്ഷൻസ് ആണ് കേട്ടോ ഇന്ന് ഞാൻ കാണിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട ചില സബ്സ്ക്രൈബേഴ്സിന് ഈ ഒരു ടോപ്പിക്ക് താല്പര്യം ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം. എങ്കിലും ഇന്ന് ഒരു ദിവസത്തേക്ക് നിങ്ങളിതൊന്ന് അഡ്ജസ്റ്റ് ചെയ്തോളൂ കേട്ടോ. കാരണം ബഹ്റിൻ നാട്ടിലേക്ക് മാറിയപ്പം ക്ലൈമറ്റ് ചേഞ്ച് നല്ലോണം ഉണ്ടല്ലോ. അവിടെ തണുപ്പാണ്, ഇവിടെ ഭയങ്കര ചൂടാണ് കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ മൊത്തത്തിൽ അത്ര നല്ലൊരു അവസ്ഥയിലല്ല. മോന് വയ്യ, അങ്ങനെയൊക്കെയാണ് അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ വീട്ടിലിരുന്നു കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും കണ്ടന്റ് ചെയ്യാമെന്ന് ഓർത്തിട്ടാണ് കേട്ടോ. അങ്ങനെ ആലോചിച്ചപ്പോഴാണ് പലരും എൻ്റെ നോസ് പിന്നെ കുറിച്ച് ചോദിക്കാറുണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ ഓർത്തത് എന്നാൽ പിന്നെ ഇന്ന് നോസ് പിൻ കളക്ഷൻസ് കാണിക്കാമെന്ന്. നോർമലി ഞാൻ ഒരുപാട് ജ്വല്ലറീസ് ഒന്നും ഉപയോഗിക്കുന്ന ഒരാളല്ല. നിങ്ങൾ എന്നെ കുറച്ച് നാളായിട്ട് കാണുന്നുണ്ടല്ലോ, അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ എൻ്റെ ഈ ഒരു കമ്മൽ, ഈ ഒരു മാല, ഇത്രയൊക്കെ തന്നെയാണ് എൻ്റെ ഒരു ജ്വല്ലറീസ് എന്ന് പറയുന്നത്. പക്ഷേ എനിക്ക് നോസ് പിൻസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് കളക്ഷൻസ് എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. പിന്നെ ഞാനിങ്ങനെ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്നലെ ഒന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പുറത്ത് പോയിട്ടുണ്ടായിരുന്നപ്പോൾ അവിടെ പലരും വിചാരിച്ചു ഞാൻ നോർത്ത് ഇന്ത്യൻ ആണെന്ന്. അത് എനിക്ക് തോന്നുന്നത് ഞാൻ എൻ്റെ ഈ മൂക്കുത്തി ഇട്ടതിന് ശേഷമാണ് പലയിടത്തും ഞാൻ പോകുമ്പോൾ പലരും വിചാരിക്കുന്നത് ഞാൻ നോർത്ത് ഇന്ത്യൻ ആണെന്ന്. ഇപ്പോൾ ഇവിടെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു കടയുണ്ട് കേട്ടോ. അതൊരു അൽഫാം കടയാണ്. അവിടെ ജോലി ചെയ്യുന്നവർ നേപ്പാളിൽ നിന്നോ മണിപ്പൂരിൽ നിന്നോ എവിടെ നിന്നോ ഉള്ള ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒരിക്കലും അവിടെ അൽഫാം മേടിക്കാൻ പോയ സമയത്ത് അവിടെ ഒരു ജോലി ചെയ്തിരുന്ന ഒരാൾ ഓടി വന്നിട്ട് എന്നോട് സംസാരിച്ചു കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ച് ഹിന്ദിയൊക്കെ അറിയാം. അപ്പോൾ ഞാൻ ഹിന്ദിയിൽ സംസാരിച്ചു അയാളോട്. അപ്പോൾ അയാൾ വിചാരിച്ചത് എന്താണെന്നറിയോ, ഞാനൊരു നേപ്പാളിയാണെന്നാണ് അവർ വിചാരിച്ചത് കേട്ടോ. എന്താണെന്നറിയില്ല, ഈ ഒരു നോസ് പിൻ കൊണ്ടാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ഇങ്ങനെ ലിപ്സ്റ്റിക്ക് ഇടുന്നത് കൊണ്ടും ഒക്കെ എന്നാ അങ്ങനെയായിട്ട് തോന്നിയിട്ടുണ്ടാവാം. പക്ഷേ ഞാനൊരു പക്ക മലയാളിയാണെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം ഒരു നോസ് പിന്നിന് നമ്മളെ നോർത്ത് ഇന്ത്യൻ ആക്കി മാറ്റാനുള്ള ആ ഒരു പവർ ഉണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ മൂക്കുത്തി ഒരു ഭംഗി തന്നെയാണല്ലേ പെണ്ണുങ്ങൾക്കൊരു ഭംഗി തന്നെയാണ്. അപ്പം ഞാൻ മൂക്കുത്തി കുത്തിയിട്ട് അധികം നാളൊന്നും ആയിട്ടില്ല കേട്ടോ. 2 വർഷം ആവണുള്ളൂ. ഞാൻ സ്കൂളിൽ ശ്രീരാമകൃഷ്ണ വിദ്യാനികേതനിൽ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കലെ ഫോണിൻ്റെ മെമ്മറി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ മൂക്കുത്തിയിട്ട് 2 വർഷം ആവുന്നുള്ളൂ. ശ്രീരാമകൃഷ്ണ വിദ്യാനികേതനിൽ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് കേട്ടോ മൂക്കുത്തിയത്. അപ്പോൾ അവിടെ എൻ്റെ ഫ്രണ്ട്സായിട്ടുള്ള കൊളീഗ്സ് മിക്കവരും മൂക്കുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ എല്ലാ ദിവസവും നോസ് പിൻസ് ഇങ്ങനെ ചേഞ്ച് ചെയ്ത് വരുന്ന കാണുമ്പോൾ എനിക്കും ഒരു കൊതി. അങ്ങനെ ഞാനിങ്ങനെ മൂക്ക് കുത്താൻ പോയിട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പേടിയുള്ള ഒരാളാണ്. ഈവൻ ഒരു ഇഞ്ചക്ഷൻ എടുക്കാൻ പോലും പേടിയുള്ള ഒരാളാണ് കേട്ടോ ഞാൻ. അപ്പം കുറേ വട്ടം പോയി, ജ്വല്ലറീസിലൊക്കെ പോയി ഇങ്ങനെ അന്വേഷിക്കും. അപ്പോൾ അവരൊക്കെ പറയും ഇങ്ങനെ ഗൺ ഷോട്ടാണ് ചെയ്യുക, പിന്നെ കുറച്ച് വേദന എടുക്കുന്നൊക്കെ പറയും. അപ്പം ഞാനിങ്ങനെ പതുക്കെ തിരിച്ചു വരും കേട്ടോ, വേണ്ടാന്ന് വയ്ക്കാം. അങ്ങനെ ഏകദേശം 1 മാസത്തോളം ഞാൻ കുത്തണ്ട എന്നുള്ള ആ ഒരു ലെവലിൽ നടന്നു. പിന്നെ ഞാൻ ഒരിക്കൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ത്രെഡ് ചെയ്യാൻ പോയ സമയത്ത് അവിടെ ആ ബ്യൂട്ടി പാർലറിൽ ഒരു ചെറിയ കുട്ടി വന്നിട്ട് മൂക്ക് കുത്തുന്നു കേട്ടോ. അപ്പം ഞാൻ ഓർത്തു, ഈശ്വര, ഈ ചെറിയ കുട്ടിക്ക് പോലും മൂക്കുത്താൻ പേടിയില്ലല്ലോ. അപ്പം ഞാൻ അവിടെ ഇരുന്ന് കാണുകയാണ്, ഗൺ ഷോട്ട് എങ്ങനെ ചെയ്യുന്നത് ഞാൻ അവിടെ ഇരുന്ന് കാണുകയാണ് കേട്ടോ. അപ്പം ഞാൻ ഓർത്തു എന്തായാലും ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. സത്യം പറഞ്ഞാൽ ഇഞ്ചക്ഷന് വരെ പേടിയുള്ള ഒരാളാണ് കേട്ടോ ഞാൻ. ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് എനിക്ക് വോമിറ്റിംഗ് ഒക്കെ വന്നിട്ട് ഡോക്ടറെ കാണിച്ചിട്ട് ഡോക്ടർ ഇഞ്ചക്ഷൻ സജസ്റ്റ് ചെയ്ത സമയത്ത് ഇഞ്ചക്ഷൻ ചെയ്യാൻ വേണ്ടി പോയപ്പോൾ ഞാൻ അവിടെ നിന്ന് ഉറക്കെ കാറി പൊളിച്ചിട്ടുള്ള ഒരാളാണ്. അത്രയും പേടിയുള്ള ഒരാളാണ്. അപ്പം അന്ന് അവിടെ ഉണ്ടായിരുന്ന നേഴ്സ് എൻ്റെ അമ്മേനെ ഒരുപാട് വഴക്ക് പറഞ്ഞിട്ട്, എങ്ങനെയാണോ പെൺകുട്ടികളെ വളർത്തുക, പെൺകുട്ടികളൊക്കെ എന്തോരം വേദനകളും വിഷമങ്ങളും ലൈഫിൽ ഇനി സഹിക്കാനുള്ളതാണെന്നൊക്കെ പറഞ്ഞിട്ട് അമ്മയ്ക്ക് കുറേ ചീത്ത കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നു, അത്രയും പേടിയുള്ള ഒരാളാണ് ഞാൻ. അപ്പം അങ്ങനെ ഇനി ബ്യൂട്ടി പാർലറിലേക്ക് തിരിച്ചു വരാം. അങ്ങനെ അപ്പം ബ്യൂട്ടി പാർലറിൽ ഈ കുട്ടി ഇരുന്ന് മൂക്കുത്തണ കണ്ടപ്പം അപ്പം എനിക്ക് കുറച്ചൊരു ധൈര്യം വന്നു കേട്ടോ. ഞാൻ ഇങ്ങനെ നേരിട്ട് കാണാണല്ലോ. അപ്പം ഞാൻ പറഞ്ഞു, ചേച്ചി എനിക്കും മൂക്കുത്തണം എന്ന് പറഞ്ഞു. അപ്പോൾ ആ ചേച്ചി പറഞ്ഞു, കുഴപ്പമില്ല, വായോ എന്ന് പറഞ്ഞു. ആദ്യം ഇങ്ങനെ പെന്നുകൊണ്ട് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്യും കേട്ടോ. മാർക്ക് ചെയ്തിട്ട് ചിലവർക്ക് ഈ വശം എന്ന് പറഞ്ഞാൽ ഭയങ്കര കട്ടിയായിരിക്കും. അങ്ങനെ കട്ടിയുള്ള ആൾക്കാർക്ക് കുത്താൻ കുറച്ച് പ്രയാസമായിരിക്കും. അപ്പം എൻ്റെ ഈ മൂക്കിൻ്റെ ഈ ഭാഗം എന്ന് പറഞ്ഞാൽ അത്ര കട്ടിയുള്ളതല്ല. അപ്പം എനിക്കങ്ങനെ വലിയ പ്രശ്നമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ആ ചേച്ചി ഇങ്ങനെ അളവെടുക്കാം എന്നുള്ള ഭാവത്തിൽ മാർക്കൊക്കെ ചെയ്തു. പിന്നെ
ഇങ്ങനെ ആ ഗൺ ഷോട്ട് ചെയ്യുന്ന ആ സംഭവം ഉണ്ടല്ലോ, അത് മൂക്കിൻ്റെ അടുത്ത് ഇങ്ങനെ കൊണ്ടുവച്ചിട്ടു. അപ്പം ഞാൻ പറഞ്ഞു, ചേച്ചി വേണ്ട, ഞാനൊന്നും കൂടി ഒന്ന് ആലോചിക്കട്ടെ, ഞാൻ പിന്നെ പറയാം. അപ്പോൾ ചേച്ചി പറഞ്ഞു, എന്നെ ഒന്ന് കംഫർട്ടാക്കി, കുഴപ്പമില്ല കുഴപ്പമില്ല ഇരിക്കി, ഞാൻ ജസ്റ്റ് നോക്കണുള്ളൂ എവിടെയാണ് കുത്തുന്നതെന്ന് നോക്കണുള്ളൂ എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ നോക്കണുള്ളൂ എന്ന് പറഞ്ഞിട്ട് ചേച്ചി ഈ സാധനം ഇങ്ങനെ വെച്ചു കേട്ടോ. വെച്ചിട്ട് എന്നോട് പറഞ്ഞു, എന്നെ റിലാക്സ് ആക്കി, ചേച്ചി നോക്കണുള്ളൂ, പേടിക്കണ്ട മോളെ എന്ന് പറഞ്ഞിട്ട് ടക്കെന്ന് പറഞ്ഞ് ഒറ്റ അടി അടിച്ചു കേട്ടോ. ഒരു ഷോക്കേറ്റ പോലെ 1 മിനിറ്റ് എൻ്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി വെള്ളം വന്നു. വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. അത് നമ്മുടെ പേടിയാണ് ആക്ച്വലി. കൂളായിട്ടിരിക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. പക്ഷെ ചില ഉണ്ടാവുമല്ലോ, പേടിയുള്ള ആൾക്കാരുണ്ടാവുമല്ലോ, അത് കുത്താനായിട്ടുള്ള ആ ഒരു പേടിയാണ്. പക്ഷെ അത് കഴിഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നിട്ട് പറഞ്ഞു കേട്ടോ, ഉപ്പ് വെള്ളം ആക്കണം. പിന്നെ അന്ന് തന്നെ അവരൊരു മൂക്കുത്തി ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. അത് 3 ദിവസം കഴിഞ്ഞിട്ടാണ് ചേഞ്ച് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളത്. അപ്പോൾ പണ്ട് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ കൂട്ടുകാരി ഇതുപോലെ മൂക്കുത്തിയിട്ട് അവൾക്ക് ഇവിടെ പഴുപ്പൊക്കെ വന്നിട്ടോ. കുറേ മാസത്തോളം അവൾ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു കാര്യം എനിക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ ഞാൻ 3 ദിവസം വെയിറ്റ് ചെയ്തിട്ട് കംപ്ലീറ്റ്ലി ഉണങ്ങിയതിന് ശേഷം മാത്രം കേട്ടോ മൂക്കുത്തി മാറ്റിയിട്ട് ഗോൾഡ് ഇട്ടത്. അപ്പോൾ പക്ഷെ എന്നാലും ഈ മൂക്കിന് ഈ താഴ്വശത്ത് ചെറിയതായിട്ട് ഇങ്ങനെ ദശ വളരാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ചെറിയ പെയിൻ ഉണ്ടായിരുന്നു. ഞാനപ്പോൾ മുഖമൊന്നും കഴുകില്ല കേട്ടോ, കാരണം നനയുണ്ടല്ലോ എന്ന് ഓർത്തിട്ട് എത്രയും പെട്ടെന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് അത്രയും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ ഇൻഫെക്ഷനും കാര്യങ്ങളും ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് ഞാൻ ആദ്യമായിട്ട് ഞാൻ മേടിച്ച മൂക്കുത്തി എന്ന് പറയുന്നത്, അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതൊരു ചെറിയൊരു ഗോൾഡിൻ്റെ മൂക്കുത്തിയാണ്. നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് അറിയില്ല കേട്ടോ. ഇതെങ്ങനെ കാണിക്കണം എന്നൊന്നും എനിക്ക് അങ്ങനെ വലിയ പിടുത്തമില്ല. ഞാൻ ബാക്ക് ക്യാം വെച്ച് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ മേടിച്ച ഒരു മൂക്കുത്തി എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ, ഗോൾഡിൻ്റെ. അപ്പോൾ അതൊരു എന്താ പറയുക, ഒരു കുഞ്ഞൊരു മൂക്കുത്തിയായിരുന്നു, രസമായിരുന്നു കാണാനായിട്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ട് പിന്നെ ഇങ്ങനത്തെ മൂക്കുത്തി അവൾ ആദ്യം ഇട്ട് വന്നു കേട്ടോ. അപ്പോൾ സംഭവം നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഞാൻ ഓർത്ത് എന്നാൽ പിന്നെ ഞാനും മേടിക്കാമെന്ന് ഓർത്ത്. ഞാൻ ജോലിക്ക് പോണ സമയമാണല്ലോ. പിന്നെ ഈ മൂക്കുത്തിക്ക് എന്ന് പറഞ്ഞാൽ ഒരു 3000 സംതിങ് വില വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ഇത് കമ്മലായിരുന്നു കേട്ടോ. 2 എണ്ണം ഉണ്ടായിരുന്നു, കമ്മലായിരുന്നു. അപ്പം ഞാൻ ഒരെണ്ണം മേടിച്ചു, ഞാൻ മൂക്കുത്തിയായിട്ട് ഒരെണ്ണം മേടിച്ചു. ഇതിനൊരു 5000 സംതിങ് വന്നിട്ടുണ്ടായിരുന്നു. അതായത് 4000-നും 5000-നും ഇടയിലായിരുന്നു കേട്ടോ. എനിക്ക് കറക്റ്റ് അങ്ങനെ റേറ്റ് ഓർമ്മയില്ല. അങ്ങനെ ഇത് മേടിച്ചപ്പോൾ എൻ്റെ ലുക്ക് കംപ്ലീറ്റ്ലി ഭയങ്കര ചേഞ്ച് ആയിട്ടോ. നല്ല രസം, അങ്ങനെയല്ല, ഒരു വ്യത്യാസം വന്നു അങ്ങനെ കേട്ടോ. എനിക്ക് ഭയങ്കര കംഫർട്ടായിട്ട് തോന്നി. പിന്നെ ഞാൻ മേടിച്ചത് ഈ ഒരു സിൽവറിൻ്റെ മൂക്കുത്തിയാണ് കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെയാണ്. ഇതിൻ്റെ ബാക്ക് സൈഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വളച്ച് കയറ്റി ഇങ്ങനെ ഇടണം. സംഭവം അടിപൊളിയാണ്. സിൽവറിൻ്റെ മൂക്കുത്തിയൊക്കെ ഇടാൻ താല്പര്യമുള്ളവർക്ക് ഇടാം. അപ്പം ഞാനൊരു ആഗ്രഹം കൊണ്ട് മേടിച്ചത് കേട്ടോ. പക്ഷെ ഇട്ട് നോക്കിയപ്പോൾ എനിക്ക് അത്ര സ്യൂട്ടബിൾ അല്ല. ഇത് ഭയങ്കര വലുതാണിത്. അപ്പോൾ ആ ഒരു സമയത്ത് എനിക്ക് മൂക്കുത്തിക്ക് ഭയങ്കര ക്രൈസ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇങ്ങനത്തെ ഒരെണ്ണം മേടിച്ചു. ഇത് ബ്ലാക്ക് മെറ്റൽ അങ്ങടാണ്. ഇതിൻ്റെ ഈ എന്താ പറയുക, ഈ ഒരു വശം ഉണ്ടല്ലോ, ഇത് കുറച്ച് വലുതാണ്. അതുകൊണ്ട് ഇങ്ങനെ ഈ എൻ്റെ ഹോള് ചെറുതാണ്. അപ്പോൾ ഇത് ഇടാൻ അത്യാവശ്യം പെയിൻഫുള്ളാണത്. പിന്നെ ഞാൻ മേടിച്ചിട്ടുള്ളത് ദേ ഇങ്ങനത്തെ ഒരു സംഭവം കേട്ടോ. ഇതിങ്ങനെ ഒരു നീളത്തിലാണ്. ഇത് റിംഗ് ആട്ടോ, കംപ്ലീറ്റ്ലി റിംഗ് ആണത്. അപ്പം ഇത്രയ്ക്കുമാണ് എൻ്റെ മൂക്കുത്തി കളക്ഷൻസ് എന്ന് പറഞ്ഞത്. അപ്പം ഞാനിത് ചേഞ്ച് ചെയ്ത് ഇട്ടിട്ട് കാണിച്ചു തരാം കേട്ടോ. എനിക്ക് ഇങ്ങനത്തെ വീഡിയോ എടുത്തിട്ട് അധികം ശീലമില്ല, എങ്കിലും നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. അപ്പം ഞാൻ ഇത് ചേഞ്ച് ചെയ്തിട്ട് ഈ സിൽവറിൻ്റെ ഇട്ട് കാണിച്ചു തരാം കേട്ടോ. ഞാൻ കുറേ നേരം ഇതൊന്ന് ഊരാൻ വേണ്ടി ട്രൈ ചെയ്തു കേട്ടോ. ഇത് അഴിച്ചെടുക്കാൻ പറ്റുന്നില്ല. നല്ല ഒന്നാന്തരം പണി കിട്ടിയിട്ടുണ്ട്. മൂക്ക് ആകെ ചോന്നു, ആകെ വേർത്ത് കുളിച്ചു കേട്ടോ. എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരണമെന്നുണ്ടായിരുന്നു. ഈ ഓരോ മൂക്കുത്തിയും ഇട്ട് വെച്ചിട്ട് കാണിച്ചു തരണമെന്നുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ പ്ലാൻ ആകെ പൊളിഞ്ഞു. ഇനിയിപ്പോൾ എന്താ പറയുക, വല്ല ഗോൾഡ് കട്ട് ചെയ്യുന്നിടത്ത് പോയിട്ട് ഇത് കട്ട് ചെയ്തെടുക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. കാരണം ഇടയ്ക്കൊക്കെ നമ്മളിതൊന്ന് ഊരി നോക്കണം. അനീഷേട്ടനോട് പറഞ്ഞു, ഈ മൂക്കുത്തിയും അഴുക്ക് വന്നിട്ടുണ്ട്, നീ ഇതൊന്ന് ഊരി കഴുകുമെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് എന്നാൽ പിന്നെ ഇതൊന്ന് കഴുകി ഇങ്ങനൊരു വീഡിയോ ചെയ്യാം എന്ന് ഓർത്തത്. പക്ഷേ എങ്കിലിത് കിട്ടുന്നില്ല കേട്ടോ. എന്തോ ഒരു പ്രശ്നം പറ്റിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഇതാ ഇങ്ങനെ വെച്ച് കണ്ട് സമാധാനിക്കൂ കേട്ടോ.
പിന്നെ അപ്പം അത് സിൽവറിൻ്റെ മൂക്കുത്തിയാണ് കേട്ടോ. 800 രൂപയോളം വില വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു സംഭവത്തിന്. ഇത് രസമാണ്. ഇതിങ്ങനെ തിരിച്ച് തിരിച്ച് കണ്ടോ, ഇങ്ങനെ കമ്പി വളയം പോലെയാണ് കേട്ടോ. അതിങ്ങനെ തിരിച്ച് തിരിച്ച് കയറ്റി ഇങ്ങനെ വെക്കുമ്പോൾ ഒരു മോഡേൺ ഒരു ഫെമിനിസ്റ്റ് ലുക്ക്, നല്ല അടിപൊളി ലുക്കാണ് കേട്ടോ അത്. പക്ഷെ എൻ്റെ ഫേസിന് സ്യൂട്ടാവില്ല കേട്ടോ. എൻ്റെ ഫേസിന് സ്യൂട്ടാവുന്നത് ഈ ഒരു സാധനം തന്നെയാണ്. പിന്നെ എന്നാലും എൻ്റെ കൊതിയോട് ഞാൻ മേടിച്ചതാണ് കേട്ടോ. പിന്നെയെന്ന് പറയുന്നത് ഈ ഒരു സംഭവം കേട്ടോ. ഇതിൻ്റെ കാല് വലുതാണ്, ഭയങ്കര വലുതാണ്. അപ്പം ഇത് എൻ്റെ ഈ മൂക്കുത്തിയുടെ ഈ ഹോള് ചെറുതായതുകൊണ്ട് എനിക്ക് ഇത് കയറ്റാൻ പറ്റില്ല. അങ്ങനെയാണ് കേട്ടോ. പിന്നെയെന്ന് പറയുന്നത് ഇതാ ഇങ്ങനൊരു നീളത്തിലുള്ള സംഭവമാണ് കേട്ടോ. പിന്നെ എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള സംഭവം ഇതാണ്. ഇതാണ് ഞാൻ ഏറ്റവും ആദ്യം മേടിച്ച മൂക്കുത്തി കേട്ടോ. ഇതിൽ വെച്ച് കഴിഞ്ഞാൽ ഓരോന്നിൻ്റെയും ഭംഗി കറക്റ്റായിട്ട് കാണാൻ പറ്റും കേട്ടോ. ലൈക്ക് ഇങ്ങനെയാണ്. ഇതൊരു പൂവിൻ്റെ ഒരു ഷേപ്പാട്ടോ. രസമാണിത് കാണാനായിട്ട്. ഞാൻ ഓരോന്ന് വെച്ച് കാണിച്ചു തരാം കേട്ടോ. അപ്പം ഇന്നത്തെ എൻ്റെ മൂക്കുത്തി വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു കേട്ടോ. കുറച്ചും കൂടി നന്നായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ ഇത് ഊരാൻ കിട്ടുന്നില്ല. ഞാൻ ആകെ വേർത്ത് കുളിച്ചു, നല്ല വേദന വന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും മൂക്കുത്തിയൊക്കെ ഇടുന്നവരാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കെങ്കിലുമൊക്കെ ഒന്ന് ഊരാൻ ശ്രമിക്കുക കേട്ടോ. അല്ലെങ്കിൽ ഇതുപോലെ നല്ല ഒന്നാന്തരം പണി കിട്ടും. അപ്പം ഇനി ഇത്തരത്തിലുള്ള വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇടാം കേട്ടോ. അപ്പം പറ്റാവുന്ന പോലെ ഞാൻ വീഡിയോ ഒക്കെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാം. അപ്പോൾ വീഡിയോ ഇതുവരെയും കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരുപാട് നന്ദി. താങ്ക്